ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥനയോടെ അതുലുപരിയായി ഉപവാസത്തോടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും സർവശക്തനായ ദൈവം ശ്രേഷ്ഠകരമായ ഒരു അനുഭവം കൂടെ നമുക്കൊരുക്കി തന്ന നല്ല കൃപയ്ക്കായി നമുക്കൊരുമിച്ച് ഹാളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ മടികൂടാതെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവം നമുക്കിന്ന് കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നു. നല്ലൊരവസരം കൂടെ നമുക്ക് കർത്താവ് ഒരുക്കി തന്നിരിക്കുന്നു. അപ്പൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, അപ്പനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നു. ആ സ്തോത്രം വിട്ടുപോയ മക്കളായിട്ടല്ല, ചേർന്ന് നിൽക്കുന്ന മക്കളായി, അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുന്ന, അപ്പൻ്റെ കരുതൽ അനുഭവിക്കുന്ന, അപ്പൻ്റെ ശബ്ദം കേൾക്കുന്ന, അപ്പൻ്റെ കരപരിപാലനം അനുഭവിക്കുന്ന മക്കളായിരിക്കുവാൻ അവസരം കിട്ടിയവർ ഈ പകലിലും ഒരുമിച്ച് നല്ല കർത്താവിനെ മടികൂടാതെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഹോളിനകത്താകട്ടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാകട്ടെ, സ്തുതിയും സ്തോത്രവും ഉയരുമ്പോൾ, സ്തുതിയും സ്തോത്രവും ഉയരുമ്പോൾ അന്തരീക്ഷം മാറുകയാണ്. സ്തുതി മുഖരിതമായ അനുഭവങ്ങൾ ആരാധനയ്ക്കായി നീ വായി തുറക്കുമ്പോൾ, സ്തുതിക്കുവാൻ നീ അധരങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ അന്തരീക്ഷം മാറും. ആമേൻ. ആലയത്തിലെ അന്തരീക്ഷം മാറും, നിങ്ങളുടെ ഭവനത്തിലെ അന്തരീക്ഷം മാറും. സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങളായിരിക്കുന്ന അന്തരീക്ഷം മാറും. കാരാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെ സ്തുതിയും സ്തോത്രവും മാറ്റിയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ ദൈവജനമേ വിളിച്ചു പറയട്ടെ, നീ ആയിരിക്കുന്ന അന്തരീക്ഷത്തെ യേശുവിൻ നാമത്തിൽ കാരാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റിയ, കാരാഗ്രഹത്തിന്റെ അനുഭവത്തെ മാറ്റിയ, കാരാഗ്രഹത്തിന്റെ എക്സ്പീരിയൻസിനെ മാറ്റിയ സ്തുതിയും സ്തോത്രവും നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ, നിന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസിനെ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. സ്തുതി ഉയരുന്ന സ്ഥാനത്ത് അന്തരീക്ഷം മാറുക, സ്തുതിക്കുന്നവൻ ആയിരിക്കുന്ന ചുറ്റുപാടുകൾ മാറുക, ആരാധിക്കുന്നവൻ ആയിരിക്കുന്ന അനുഭവം മാറുക, അവസ്ഥ മാറുക. ചില രാത്രി അനുഭവങ്ങൾക്ക് ഇന്ന് പകലിൽ സർവശക്തനായ ദൈവം അറുതി വരുത്തുക. ചില രാത്രി അനുഭവങ്ങൾക്ക്, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില രാത്രി അനുഭവങ്ങൾക്ക്, പകൽക്കാലത്ത് നീ നിന്ദിക്കപ്പെട്ട, പകൽക്കാലത്ത് നീ വേദനപ്പെട്ട, പകൽക്കാലത്ത് നീ നിരാശപ്പെട്ട, പകൽക്കാലത്ത് നീ ഉപദ്രവിക്കപ്പെട്ട, പകൽക്കാലത്ത് നീ തള്ളപ്പെട്ട ആ വേദനയുമായി കടന്നുകൂടി ചുരുണ്ട് ആയിരിക്കുന്ന അതേ ആ രാത്രി അനുഭവത്തിന്, നിന്റെ ജീവിതത്തിൽ നിന്നെ ഭയപ്പെടുത്തിയ ആ പകലിന്റെ അനുഭവങ്ങളുമായി നീ കൂടിയിരിക്കുന്ന രാത്രി അനുഭവത്തിന് ഇനിയൊരു പകൽ എനിക്ക് വേണ്ട, ഇനിയൊരു പ്രഭാതം എനിക്ക് വേണ്ട, ഇനി എനിക്ക് മുൻപോട്ട് പോകേണ്ട. തളർന്നായിരിക്കുന്ന സഹോദരി, സഹോദര, സ്തുതിക്കുവാൻ തുടങ്ങ്. നിന്റെ രാത്രി അനുഭവം മാറുക, നിന്റെ കാരാഗ്രഹത്തിന്റെ അനുഭവം മാറുക. സ്തുതിക്കുന്നവർ, സ്തോത്രം ചെയ്യുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ശരീരത്തെ ശത്രു ബന്ധിച്ച രോഗമെന്ന ബന്ധനം വീഴുക. നിന്റെ കൈകളെ ബന്ധിച്ച ബന്ധനം, കരങ്ങളെ ഉയർത്തുവാൻ കഴിയാതെ, ജോലി സ്ഥലത്ത്, ഭവനത്തിനകത്ത് കരങ്ങളെ ഉയർത്തുവാൻ കഴിയാതെ, കരങ്ങളെ ഉയർത്തുവാൻ കഴിയാതെ നിന്റെ കരങ്ങളെ ബന്ധിച്ച ബന്ധനം സ്തുതിക്കുന്ന, ആരാധിക്കുന്ന നിനക്ക് മുമ്പിൽ വീഴുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചില രാത്രി അനുഭവങ്ങൾ നിന്നെ തളച്ചിട്ട, സ്തോത്രം, ആമത്തിന്റെ അനുഭവം, വിലങ്ങ് വയ്ക്കപ്പെട്ട അനുഭവം, യേശുവിൻ നാമത്തിൽ ചില വിലങ്ങുകൾ, ചില വിലങ്ങുകൾ, യേശുവിൻ നാമത്തിൽ കാലുകളിൽ വീഴപ്പെട്ട, നടക്കുവാൻ കഴിയാതെ, യേശുവിൻ നാമത്തിൽ നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന, നിന്നെ രോഗിയാക്കുന്ന, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, ഹല്ലേലൂയ. ആ രാത്രി അനുഭവത്തിന് സ്വർഗ്ഗം അറുതി വരുത്തുന്ന കൃപയ്ക്കായി, ആ ചങ്ങലകൾ വീഴുന്ന കൃപയ്ക്കായി, ആ ആമങ്ങൾ പൊട്ടിമാറുന്ന കൃപയ്ക്കായി, അടിസ്ഥാനങ്ങൾ ആരാധിക്കുന്നവന് മുമ്പിൽ, സ്തുതിക്കുന്നവന് മുമ്പിൽ ഈ പകലിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ വെള്ളിയാഴ്ച പകലിലും സർവശക്തനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. നിനക്കൊരവസരം കൂടെ കിട്ടിയിരിക്കുന്നു, നിനക്കൊരവസരം കൂടെ കിട്ടിയിരിക്കുന്നു.
കിട്ടിയിരിക്കുന്നു. സഭയെ നിങ്ങൾക്കൊരവസരം കൂടെ കിട്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കൊരവസരം കൂടെ കിട്ടിയിരിക്കുന്നു. ഈ അവസരത്തെ വിട്ടുകളയരുതേ, ഈ അവസരത്തെ വിട്ടുകളയരുതേ. നിന്റെ രാത്രി അനുഭവം മാറിയിട്ടല്ലാതെ, കാരാഗ്രഹത്തിന്റെ അനുഭവം മാറിയിട്ടല്ലാതെ, ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്നത് കണ്ടിട്ടല്ലാതെ എക്സ്പീരിയൻസ് മാറുക. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ കാരാഗ്രഹം കണ്ടിട്ടില്ലാത്ത, അതിനകത്തെ അന്തേവാസികൾ കണ്ടിട്ടില്ലാത്ത എക്സ്പീരിയൻസ് യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ കർത്താവിനെ. ഓ ഹല്ലേലൂയ. നന്ദി യേശുവേ. ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നല്ല പകലിനായി, നല്ല സമയത്തിനായി, വലിയ ആത്മസാന്നിധ്യത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തുതിയും സകലമാനവും സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം യേശുവേ, അങ്ങേക്ക് മാത്രം പിതാവേ, അങ്ങേക്ക് മാത്രം പരിശുദ്ധാത്മാവാകും ദൈവമേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആലയത്തിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ച് പറയട്ടെ, നാം ഇന്നായിരിക്കുന്ന ഈ അവസരം ഇതൊരു പദവിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ലോകത്തിൽ അല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് കണ്ട് കരയാത്തവർ അല്ല, വേദനിക്കാത്തവരല്ല, ആഹാരത്തിന് മുൻപിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോകാത്തവർ അല്ല. കാരണം അത്രമാത്രം നമ്മെക്കാൾ യോഗ്യർ, നമ്മെക്കാൾ ജീവിക്കുവാൻ യോഗ്യതയുള്ളവർ, നമ്മെക്കാൾ സ്തോത്രം നല്ലവരെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒത്തിരി പേർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയ ദിവസങ്ങൾ നമുക്ക് പിൻപിലുള്ളപ്പോൾ നമുക്കൊരു ദിവസം കൂടെ ലഭിച്ചു എങ്കിൽ, അതെ, ഈ ദിവസവും നമുക്ക് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായിരിക്കുവാൻ അവസരം ലഭിച്ചു എങ്കിൽ അതൊരു പദവിയാണ്, അതൊരു പദവിയാണ്. തുടർന്നുള്ള സമയങ്ങളെ നിങ്ങൾ മിസ് ചെയ്യരുതേ, തുടർന്നുള്ള സമയങ്ങളെ നിങ്ങൾ വിട്ടുകളയരുതേ. ഓ റിധാര ശഖാരധരേ ശന്ധാരകന യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഒരുമിച്ച് നല്ല കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വയനാട് എന്ന പ്രദേശത്ത് സകലതും നഷ്ടപ്പെട്ട് നമ്മെക്കാൾ സ്തോത്രം പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടവർ, സകല സ്വപ്നങ്ങളും തകർന്നായിരിക്കുമ്പോൾ ഇന്ന് സഭ ശ്രദ്ധയോടെ ലോകത്തിന്റെ പല ഭാഗത്തായിരിക്കുന്ന പ്രൈസർ ഫാമിലി കുടുംബങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, അപ്പാ ആ വയനാടിന്റെ പ്രദേശത്ത് അപ്പാ എല്ലാം നഷ്ടപ്പെട്ടവരായി, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരായി, ഓ സ്തോത്രം, സമ്പത്ത് നഷ്ടപ്പെട്ടവരായി, വസ്തുവകകൾ നഷ്ടപ്പെട്ടവരായി, ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി ഞങ്ങളുടെ കൂട്ട് സഹോദരങ്ങൾ അലയുന്നു കർത്താവേ. അപ്പാ അങ്ങയുടെ സാന്നിധ്യം അതിനിടെ കൂടിയിരിക്കണമേ കർത്താവേ. തകർന്നവരെ അങ്ങ് പണിയണമേ കർത്താവേ. നഷ്ടപ്പെട്ടവരെ കുറിച്ചോർത്ത്, നഷ്ടങ്ങളെ കുറിച്ചോർത്ത് വിലപിക്കുന്നവരെ സർവശക്തനായ ദൈവമേ അങ്ങ് ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത ആശ്വാസം അവരിന്ന് അനുഭവിക്കട്ടെ കർത്താവേ. നഷ്ടങ്ങളെ നികത്തുന്ന ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം അതിനകത്ത് ചലിക്കട്ടെ. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സൈന്യത്തെ അങ്ങയുടെ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുന്നു, സന്നദ്ധ പ്രവർത്തകരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരോട് അങ്ങ് കൂടിയിരിക്കണമേ, അവരുടെ കരങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. മരണത്തിന്റെ കയങ്ങളിൽ നിന്ന് പിന്നെയും അനേകരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ കർത്താവേ. പ്രകൃതി ദുരന്തങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തികളെ, അവരുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് സന്ദർശിക്കണമേ കർത്താവേ. ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം, ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സന്തോഷം, ലോകത്തിന് നൽകുവാൻ കഴിയാത്ത വീണ്ടെടുപ്പിന്റെ അനുഭവം, ലോകത്തിന് നൽകുവാൻ കഴിയാത്ത പുനർനിർമ്മാണം അവരുടെ ജീവിതങ്ങളിൽ സ്വർഗം അങ്ങ് നൽകി മാനിക്കണമേ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കൂടി വന്നിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ സങ്കടത്തോടെ, വളരെ വേദനയോടെ, ഒത്തിരി നമ്മൾ കരഞ്ഞ, ഒത്തിരി നമ്മൾ വേദനപ്പെട്ട, സ്തോത്രം, പലരും ടി വിയിൽ പോലും നോക്കുവാൻ, വാർത്തകൾ പോലും കാണുവാൻ കഴിയാത്ത വിധത്തിൽ വിറങ്ങലിച്ചു പോയ ദുഃഖത്തിലൂടെ നമ്മൾ ഒരാഴ്ച കടന്നുപോയി. നമ്മുടെ ചുറ്റുപാടിൽ മറ്റ് ഒരു സ്റ്റേറ്റിൽ, സ്തോത്രം, ആമേൻ, സ്തോത്രം, വലിയ പ്രതിസന്ധിയിൽ, വലിയ വേദനയിൽ, വലിയ കഷ്ടത്തിൽ, വലിയ ദുഃഖത്തിൽ ആയിരിക്കുന്ന
പ്രിയപ്പെട്ടവർ, ആമേൻ, വേദനയുണ്ട്, സഹിക്കുവാൻ കഴിയാത്ത വേദനയുണ്ട്. പലപ്പോഴും സ്തോത്രം ഉള്ളം നിറയുന്ന, സ്തോത്രം നെഞ്ചു കീറി പിടയുന്ന വേദനയുണ്ട്. ഒത്തിരി ചോദ്യങ്ങളുമുണ്ട്. എങ്കിലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്. അതേ, ഉത്തരം മറ്റൊന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. വാക്തത്വങ്ങളിൽ വാക്ക് മാറാത്തവൻ, വാക്ക് പറഞ്ഞാൽ അത് അവിധത്തിൽ നിവർത്തിക്കുന്നവൻ. യേശുവിൻ നാമത്തിൽ നല്ല കർത്താവിൻ്റെ വരവ് ഏറ്റവും ഏറ്റവും ആസന്നമായി. യേശുവിൻ നാമത്തിൽ ഈ പകലിലും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയവർ ആ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. ഇനിയും ഒരുങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയാട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രവചനങ്ങൾ ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണുകയും യന്ത്ര സാമഗ്രികളുടെ ആ സ്തോത്രം, ആമേൻ, സ്തോത്രം, സഹായത്തോടെ ആ പ്രകൃതി ദുരന്തങ്ങളെ പ്രവചിക്കുന്നവർ ഉണ്ട്. ആമേൻ, സ്തോത്രം. എന്നാൽ അതൊക്കെയും പലപ്പോഴും തെറ്റിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ യന്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നും തെറ്റുകൂടാതെ കണ്ടെത്തുവാൻ കഴിയുമെന്ന് വെല്ലുവിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചന്ദ്രനെ കീഴടക്കിയ, ചൊവ്വയെ കീഴടക്കിയ അതേ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അറിവ് തെറ്റിപ്പോകുമ്പോൾ ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിലേത് ഇന്നും തെറ്റുകൂടാതെ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് എഴുതുവാൻ എഴുതിയവനെ കൃപ നൽകിയ സർവശക്തനായൊരു ദൈവമുണ്ട്. ആ ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വേഗം വരിക. ഹല്ലേലൂയ. മിഷണറി ഇല്ലാത്ത കാലത്ത്, കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത്, ആമേൻ, എഴുതി സൂക്ഷിക്കുവാൻ, റെക്കോർഡ് ചെയ്തു വയ്ക്കുവാൻ ഒന്നും ഇല്ലാത്ത കാലത്ത്, വലിയ യൂണിവേഴ്സിറ്റികൾ ഇല്ലാത്ത കാലത്ത്, പ്രൊഫസർമാർ ഇല്ലാത്ത കാലത്ത്, അതേ സ്തോത്രം, ആറ്റുവക്കിലും സ്തോത്രം, ഹല്ലേലൂയ, വെളിം പ്രദേശങ്ങളിലും മരുഭൂമിയിലും ആൾപ്പാർപ്പില്ലാത്ത ഇടങ്ങളിലും, ആമേൻ, സ്തോത്രം, എഴുതുവാൻ പേനയുണ്ടെന്ന് പറയുവാൻ പോലും കഴിയാത്ത സമയത്ത് തോൽ ചുരുളുകളിൽ, ആമേൻ, കല്ലും കമ്പും മൂർച്ച കൂട്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു കൂട്ടം എഴുതി വച്ചത് 2000 വർഷങ്ങൾക്കിപ്പുറവും അതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെ സംഭവിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ദൈവം വേഗം വരുന്നു. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപികളെ ചേർക്കുവാൻ, പാപികളെ മോചിപ്പിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യാസുതനായി ഈ ഭൂമിയിൽ കടന്നു വന്ന് 33 വർഷം അതേ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇതാ എന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഞാൻ വേഗം വരുമെന്ന് അരുളി ചെയ്തവൻ, അതേ അവൻ വേഗം വരിക. അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുമ്പോൾ, ബൈബിൾ വചനങ്ങൾ നിറവേറപ്പെടുമ്പോൾ, വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുമ്പോൾ കണ്ണ് തുറന്ന് കാണ്, ചെവി തുറന്ന് കേൾക്ക്, എന്റെ യേശു വേഗം വരിക. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അവന്റെ വാക്കുകളിൽ ഒന്നുപോലും തെറ്റിപ്പോയിട്ടില്ല. ആമേൻ. യുദ്ധങ്ങൾ, ആമേൻ, സ്തോത്രം, ക്ഷാമം, ഭൂകമ്പം, ആമേൻ, രാജ്യങ്ങളോട് കൂടെ എതിർക്കുന്നു. ആമേൻ, സ്തോത്രം, സ്തോത്രം, ആമേൻ. പ്രകൃതി ക്ഷോഭങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകൾ വായിക്കുന്നവർക്ക് അറിയാം, 3-ാം ലോക യുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതും ദൈവം നയിക്കുന്ന ഒരു ജനത്തിലൂടെ തന്നെ സംഭവിക്കുന്നു. വേദനയാണ്, യുദ്ധം വേണ്ട, വേദനയാണ്, പ്രകൃതി ദുരന്തങ്ങൾ വേണ്ട, വേദനയാണ്, കണ്ണുനീർ വേണ്ട, പക്ഷേ യേശു വന്നേ മതിയാകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഈ ഭൂമിയിൽ അനുഭവിച്ച കഷ്ടത്തിന് അറുതി വരുത്തുവാൻ, നീ ഈ ഭൂമിയിൽ അനുഭവിച്ച വേദനയ്ക്ക് അറുതി വരുത്തുവാൻ, നീ ഈ ഭൂമിയിൽ കരഞ്ഞു തീർത്ത നാളുകൾക്ക് അറുതി വരുത്തുവാൻ എന്റെ യേശു വേഗം വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, പലപ്പോഴും സ്തോത്രം ശുശ്രൂഷ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ വചനം ആഴമായി ആധികാരികമായി പഠിക്കുന്ന സമയത്ത് എന്നെ പ്രാർത്ഥനാ മുറിയിലേറെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഈ തലമുറ ഭാഗ്യം ചെയ്ത തലമുറയായിരിക്കാം. ആമേൻ, ഒരിക്കൽ കൂടി പറയട്ടെ, ഈ തലമുറ ഭാഗ്യം ചെയ്ത തലമുറയായിരിക്കാം. കാരണം ആമേൻ, സ്തോത്രം, നാം ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരുന്ന കണ്ണ് ഒരു നിമിഷം ഒന്ന് മിന്നി യേശുവിനെ കാണുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അതെത്ര ഭാഗ്യകരമായ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വർഷങ്ങളായി നീതിമാന്മാർ കല്ലറയിൽ ഉറങ്ങുന്നു. അവന്റെ വരവിനായി ഉറങ്ങുന്നവ നീണ്ട കാലങ്ങളായി ഉറങ്ങുന്നവ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ തലമുറ ഈ ലോകത്തെ കണ്ട കണ്ണുകൊണ്ട് തന്നെ യേശുവിനെ കാണും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടതും ഈ ദിവസങ്ങൾ ഒരുങ്ങേണ്ടതും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയേ മതിയാകത്തുള്ളൂ. ഒപ്പം പ്രേക്ഷകർ കുടുംബാംഗങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആമേൻ, സ്തോത്രം. വാട്സപ്പിൽ ദയവായി പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ പ്രാർത്ഥിക്കുവാനുള്ളത് ഷെയർ ചെയ്യരുത്. സ്തോത്രം, കമൻറ്റ് ബോക്സിൽ തന്നെ ഷെയർ ചെയ്യുക. സാക്ഷ്യങ്ങളും ഒത്തിരിയുണ്ട്. നിങ്ങൾ ആ സാക്ഷ്യങ്ങളും കമൻറ്റായി യൂട്യൂബിൽ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് അത് നോക്കി പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ഈ സമയം കഴിയുന്നതല്ലായിരിക്കും. അതിനർത്ഥം പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല. തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട്. ദയവായി സ്തോത്രം ലൈവിൻ്റെ കമൻറ്റിൽ തന്നെ സ്തോത്രം പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും അറിയിക്കുക. വലിയ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഒരുമിച്ചായിരുന്നാട്ടെ. നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവെന്ന പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ഉപവാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായും മനോഹരമായും ശക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി ഉപവാസ പ്രാർത്ഥനകളിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഏറെ പേർ അത് ധ്യാനിച്ചിട്ടുള്ളതാണ്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എങ്കിലും ഒരു ആമുഖമായി പറഞ്ഞു തുടങ്ങുവാൻ അവിടം നല്ലതാണ്, അത് ആവശ്യവുമാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ചില നുകങ്ങളെ തകർത്ത് കളയുക, ചില ബന്ധനങ്ങളെ അഴിച്ചു കളയുക. ശ്രദ്ധിക്കണമേ, നുകങ്ങളെ തകർത്ത് കളയുക, ബന്ധനങ്ങളെ അഴിച്ചു കളയുക. ജഡത്തിന്റെ ചില ബന്ധനങ്ങൾ അഴിയുമെങ്കിൽ സ്തോത്രം സർവശക്തനായ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ജഡത്തിന്റെ ചില ബന്ധനങ്ങൾ ഇന്ന് ഈ പകലിൽ അഴിയുമെങ്കിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ജഡത്തിന്റെ ചില ബന്ധനങ്ങൾ അഴിയുമെങ്കിൽ ഈ ലോകത്തിൽ പലതിലേക്കും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ ഓടുമാറാക്കുന്ന, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾക്കും പിന്നാലെ അലയുമാറാക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് അഴിച്ചു കളയുമെങ്കിൽ ആമേൻ, കർത്താവിന്റെ വരവിനായി സഭ ഒരുങ്ങപ്പെടും. ആ ബന്ധനങ്ങൾ അഴിയുവാൻ ഈ പകലിലും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ സ്തോത്രം. ലോകം കെട്ടിയ കെട്ടുകൾ പൊട്ടിമാറുവാൻ, ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന, ജഡത്തെ മോഹിപ്പിക്കുന്ന, ജഡത്തെ കൊതിപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില കെട്ടുപൊട്ടുമ്പോ സ്തോത്രം, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർ ഒരുങ്ങപ്പെടും യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതൊരു പ്രാരംഭമായ കാര്യം മാത്രമാണ്. ആമേൻ. ചില കെട്ടുകൾ പൊട്ടേണ്ടത്, സ്തോത്രം, ആരാധനയ്ക്ക് വിരോധമായി ശത്രു കെട്ടിയ കെട്ടുകൾ പൊട്ടേണ്ടത്, സ്തോത്രം, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നതിന് വിരോധമായി, ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തോടൊപ്പം നടക്കുന്നതിനും വിരോധമായി ശത്രു കെട്ടിയ കെട്ടുകളെ പൊട്ടിക്കുമ്പോൾ, തുടർന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, പുരാതന ശൂന്യങ്ങൾ പണിയപ്പെടും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, കെട്ടുകൾ പൊട്ടുമ്പോൾ പണി നടക്കും. ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചില കെട്ടുകൾ പൊട്ടുമ്പോൾ പണി നടക്കും. ആമേൻ, ഹല്ലേലൂയ. ശൂന്യമായ സ്ഥാനത്ത് ദൈവം ചിലതിനെ പണിയുവാനായി തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. പുരാതനമായി ശൂന്യമായി വീണ സ്ഥാനത്ത് ദൈവം ചിലതിനെ പണിയുവാനായി തുടങ്ങും. നിങ്ങൾക്ക് പണിയുവാൻ കഴിയാത്തത് നിങ്ങളുടെ തലമുറകളിലൂടെ ദൈവം പണിയിക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പണിതെടുക്കുന്ന ഒരു തലമുറ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, പണിതെടുക്കുന്ന ഒരു തലമുറ, നശിച്ചു പോയതിനെ, ശൂന്യമാക്കപ്പെട്ടതിനെ പണിതെടുക്കുന്ന ഒരു തലമുറ. യെസ്,
മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാട്ടെ, പണിതെടുക്കുന്ന ഒരു തലമുറ. സഹോദരി സഹോദരന്മാർ പ്രാർത്ഥിച്ചാട്ടെ, നീ പണിതെടുക്കുന്ന ഒരു തലമുറ ആ കെട്ടുപൊട്ടുകയാ. ഓ സ്തോത്രം. ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി, പണിയപ്പെടലിന് തടസ്സമായി, യേശുവിൻ നാമത്തിൽ ചിലത് സ്തോത്രം പണിതെടുക്കുന്നതിന് തടസ്സമായി മനുഷ്യനും പിശാചും ചേർന്ന് ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് അഴിയുക. ഓ താങ്ക് യു ലോർഡ്. ചിലത് ശൂന്യമാകുവാൻ തക്കവണ്ണം കെട്ടിയ കെട്ടുകൾ. ആമേൻ. നിന്റെ ജീവിതത്തിൽ ചില ഭാഗങ്ങൾ ശൂന്യമാകുവാൻ, ഓ സ്തോത്രം, നിന്റെ ഭാവിയിലേക്കുള്ള കരുതലുകളിൽ ചിലത് ശൂന്യമാകുവാൻ, നിന്റെ സ്വപ്നങ്ങളിൽ ചിലത് ശൂന്യമാകുവാൻ. ഓ യേശുവിൻ നാമത്തിൽ ശൂന്യതകളെ പണിയുന്ന ഒരു തലമുറ ഉപവസിക്കുന്ന, ഓ സ്തോത്രം, മാതാവേ പിതാവേ, ഉപവസിക്കുന്ന സഭയെ, ഉപവസിക്കുന്ന പ്രിയരെ, ശൂന്യതകളെ പണിയുന്ന, പുരാതന ശൂന്യങ്ങളെ പണിയുന്ന ഒരു തലമുറ എഴുന്നേൽക്കുക. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ പുരാതന ശൂന്യങ്ങളെ പണിയുന്ന, ശത്രു ശൂന്യമാക്കിയതിനെ പണിയുന്ന, പിശാച് തകർത്ത് കളഞ്ഞതിനെ പണിയുന്ന ഒരു തലമുറ. യെസ്, അഭിഷേകമുള്ള ഒരു തലമുറ, അധികാരമുള്ള ഒരു തലമുറ. യേശുവിൻ നാമത്തിൽ അന്ത്യകാലത്ത് സകല ജഡത്തിനുമേലും പകരുമെന്ന് ഓ യോബേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത അരുളപ്പാട് നിവർത്തിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകലിലും ഓ റീധാര ശഖാരധരെ ശന്ധാർഗന ഉപവസിക്കുന്ന മാതാവേ, ഉപവസിക്കുന്ന പിതാവേ, ഉപവസിക്കുന്ന സഭയെ, തലമുറകളുടെ മേൽ പ്രവചിക്കുന്ന, ഓ സ്തോത്രം, അഭിഷേകം പകരപ്പെടുക, പണിതെടുക്കുന്ന അഭിഷേകം പണിയ. Oh yes, യേശുവിൻ നാമത്തിൽ. Thank you Lord, thank you Jesus, hallelujah. നന്ദി കർത്താവേ, നന്ദി യേശുവേ, hallelujah. അന്ത്യകാലത്ത് പകരപ്പെടുന്നത്, അന്ത്യകാലത്ത് പകരപ്പെടുന്നത്, yes, യേശുവിൻ നാമത്തിൽ, hallelujah. പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടുമ്പോൾ, പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടുമ്പോൾ, പ്രവാചകന്മാരുടെ വാക്കുകൾ അതുല്യമായി മാറുമ്പോൾ ഭയപ്പെടേണ്ട, അതേ സന്തോഷിക്കേണ്ട കാര്യമുണ്ട്. കർത്താവിന്റെ വരവ് മാത്രമല്ല, ആമേൻ, സ്തോത്രം, സകല ജഡത്തിനുമേലും ആത്മാവിനെ പകരുന്ന ഒരു, ഓ സ്തോത്രം, അത്ഭുതം അന്ത്യകാലത്ത് സംഭവിക്കും. നിങ്ങളുടെ തലമുറകൾ പ്രവചിച്ചു തുടങ്ങും. ഭവനത്തിലകത്തെ യൗവനക്കാർ പ്രവചിച്ചു തുടങ്ങും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഓ ശാരിയാധാര ശഖാരധരെ ശന്ധാർഗന. യേശുവിൻ നാമത്തിൽ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു നൽകുന്ന ഭാഗം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആ തലമുറയെക്കുറിച്ച് കർത്താവ് പറയുന്ന 2-3 കാര്യമുണ്ട്. ആമേൻ. അവർ സ്നേഹം നഷ്ടപ്പെട്ടവരാണ്, അവർ വിശ്വാസം നഷ്ടപ്പെട്ട തലമുറയാണ്. ആമേൻ. അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട തലമുറയാണ്, അവർ വഴക്കാളികളാണ്, അവർ അനുസരണക്കേടിൽ ജീവിക്കുന്നവരാണ്, അവർ ലോകത്തിൽ പിടിക്കപ്പെട്ടവരാണ്. പക്ഷേ പ്രവചന നിവർത്തി എങ്ങനെ സംഭവിക്കുന്നു? അനുസരണക്കേടിലായിരിക്കുന്ന, പലതിലും പിടിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ സകല ജഡത്തിനുമേലും ഉപവസിക്കുന്ന സഭയെ, പിടിക്കപ്പെട്ടു പോയ സകല ജഡത്തിനുമേലും ദൈവം തന്റെ ആത്മാവിനെ പകരും. പ്രവചിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുവാൻ, യൗവനക്കാർ പ്രവചിച്ചു തുടങ്ങുവാൻ, കുടുംബങ്ങൾ പ്രവചിച്ചു തുടങ്ങുവാൻ, കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ, ഇരുട്ടിൽ നിന്ന്, തീയിൽ നിന്ന് അനേകരെ വലിച്ചെടുക്കുവാൻ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഈ അന്ത്യകാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് കർത്താവിന്റെ വരവും മാത്രമല്ല, മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ആത്മാക്കളുടെ വിടുതൽ സംഭവിക്കും. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് സംഭവിക്കും. മുമ്പ് കണ്ടിട്ടുള്ളത് നമ്മൾ സ്തോത്രം ഗസ് ചെയ്തിട്ടുള്ളവരാണ്. ആമേൻ, സ്തോത്രം. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആമേൻ. പലരെയും നമ്മൾ ജഡ്ജ് ചെയ്യും, പലരെയും നമ്മൾ നോക്കും. ഇവൻ കൊള്ളാം, ഇവൻ കർത്താവിന് വേണ്ടി നിൽക്കാം, ഇവൻ ബൈബിൾ കോളേജിൽ ഇതുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കും, ഇവൻ ദൈവസന്നിധിയിൽ വളർത്തപ്പെട്ടതുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കും, ഇവന്റെ മാതാപിതാക്കൾക്ക് ഇവനെ ശരിയാമണ്ണം വളർത്തുവാൻ കഴിഞ്ഞതുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കും, പലരുടെയും ആശീർവാദവും അനുഗ്രഹവും ഉള്ളതുകൊണ്ട് ഇവൻ കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കും. ഇതാണ് നമ്മുടെ ജഡ്ജ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട്. നമുക്കറിയാം, പലരെയും ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്കറിയാം. പക്ഷേ അന്ത്യകാലത്ത് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിന് മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പിന്നിൽ പാരമ്പര്യം പറയുവാനില്ലാത്തവന് മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. ഓ റീധാരാധന ശഖാരധരേ.
യേശുവിൻ നാമത്തിൽ ബൈബിൾ കോളേജുകളുടെ സർട്ടിഫിക്കറ്റിന്റെ വലിപ്പമില്ലാത്തവരുടെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. കൈവപ്പ് കൊണ്ട് ഒരുക്കി എടുക്കപ്പെട്ടവരുടെ അല്ലാത്തവരുടെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. സമർപ്പിക്കുന്ന ഒരു തലമുറയും അവരുടെ മേൽ പകരുന്ന സ്തോത്രം അഭിഷേകത്തിന്റെ ശക്തിയും. അന്ത്യകാലത്ത് നീ കണ്ടിട്ടില്ലാത്തത് സംഭവിക്കും. അന്ത്യകാലത്ത് നിന്റെ എക്സ്പീരിയൻസിൽ ഇല്ലാത്തത് സംഭവിക്കും. ഈ അന്ത്യകാലത്ത് നിനക്ക് ജഡ്ജ് ചെയ്ത് ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്തത് സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാകൊണ്ട് കർത്താവിന്റെ വരവ് മാത്രമല്ല, കർത്താവിന്റെ വരവിനെ കുറിച്ച് വിളിച്ചു പറയുന്ന അനേക യൗവനക്കാർ എഴുന്നേൽക്കും. അതിലൊരു യൗവനക്കാരൻ നിന്റെ തലമുറയിൽ നിന്ന് എഴുന്നേൽക്കും. അതിലൊരു യൗവനക്കാരത്തി നിന്റെ ഭവനത്തിനകത്ത് നിന്ന് എഴുന്നേൽക്കും. അതിലൊരു യുവാവ് നിന്റെ ഭവനത്തിൽ നിന്ന് എഴുന്നേൽക്കും. നിന്റെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കും. നിന്റെ ദേശത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഓ യെസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ നാം ചിലവഴിക്കുന്ന സമയങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ നാം നിൽക്കുന്ന സമയങ്ങൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം അനേകർക്ക് വേണ്ടി പോരടിക്കുന്ന പോരാട്ടം അഥവാ മധ്യസ്ഥത പ്രാർത്ഥന, അത് വെറുതെ ആകുന്നതേ ഇല്ല. സന്തോഷത്തോടെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ അല്പമായി വചനത്തിലൂടെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഏറിയ രാത്രിയായപ്പോൾ പ്രാർത്ഥനയായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരികയുണ്ടായി. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ രാത്രി ഒരു ഫോൺ കോൾ വരികയുണ്ടായി. സ്തോത്രം. ഒരു മാതാവ് വളരെ സങ്കടത്തോടെ തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുകയുണ്ടായി. താൻ വളരെ സ്തോത്രം വേദനപ്പെട്ട് വളരെ നിരാശയോടെ ആയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇത്രമാത്രം നിരാശ? അവർ പറഞ്ഞത്, ഞങ്ങൾക്കിനി മരിച്ചാൽ മതി, സ്തോത്രം, ഞങ്ങൾക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല. ആ വിധത്തിൽ നിരാശയോടെ ആ മാതാവായിരിക്കുന്നു. അവർ നിരാശപ്പെടുവാനുള്ള കാരണം പറഞ്ഞത് ഇതാണ്: അവരെ പലരും അപമാനിക്കുന്നു, അവരെ നിന്ദിക്കുന്നു, അവരെ കുറ്റം പറയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവരെ എല്ലാവരും ചേർന്ന് അവർക്ക് വിരോധമായി ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നു. അവർക്ക് വിരോധമായി മാത്രമല്ല, ആ സഹോദരി ഒരു അമ്മയെന്ന് പറയുവാൻ കാരണം അവർക്കൊരു മകളുണ്ട്, വിവാഹ പ്രായം കഴിഞ്ഞു നിൽക്കുന്ന മകൾ. വിവാഹം പോലും മുടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നു. ഞാൻ ചോദിച്ചു ആശ്ചര്യത്തോടെ തന്നെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിരോധമായി ഇത്ര അധികം ആളുകൾ ചേർന്ന് അപവാദങ്ങൾ പറയുന്നത്, ഇല്ലാത്തത് പറയുന്നത്? ആ മാതാവ് വളരെ സങ്കടത്തോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ദൈവദാസനെ, എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. അന്നു മുതൽ ഒരു പിടിവാശിയോടെ ഞാൻ നിന്നു. അതെ, എൻ്റെ മകളെ വളർത്തുക എന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ മകളെ വളർത്തും, എൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കും. ആമേൻ, സ്തോത്രം. ആ സമയത്ത് തൻ്റെ യൗവന സമയം മുതൽ ഇപ്പോഴും സ്തോത്രം പല സഹായങ്ങളുമായി തന്നെ സമീപിക്കുന്ന ഒത്തിരി പേർ, പല നിലകളിൽ തന്നെ ചൂഷണം ചെയ്യുവാൻ കടന്നു വരുന്നവർ, അവരോട് നോ പറഞ്ഞതുകൊണ്ട്, ആമേൻ, തൻ്റെ ഭർത്താവിന് ലഭിക്കേണ്ട അവകാശങ്ങൾ തൻ്റെ കുഞ്ഞിന് തരണമേ എന്ന് അവൻ്റെ കുടുംബക്കാരോട് യാചിച്ചതുകൊണ്ട് വൈരാഗ്യം കൂടിയ ഒരു കൂട്ടം, ആമേൻ, സ്തോത്രം, ആമേൻ, വൈരാഗ്യം കൂട്ടിയ ഒരു കൂട്ടം അവർ വിരോധമായി അപവാദ കഥകൾ മെനഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇനി അധികം പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഇങ്ങനെ അപവാദം ഉയർന്നു വന്നാൽ, ഇങ്ങനെ അപവാദ കഥകൾ അധികമായി പറയപ്പെട്ടാൽ എനിക്ക് അധികം നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ ആ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നിങ്ങൾ ധൈര്യമായിരിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില വായ്കളെ അടയ്ക്കും. ആമേൻ, സ്തോത്രം. അപവാദം പറയുന്ന ചില വായ്കളെ നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് അയക്കും. ആമേൻ, അടയ്ക്കും. ആമേൻ, സ്തോത്രം. ആ വാക്കുകൾ ഞാൻ പറഞ്ഞു. തുടർന്ന് ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെയും ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലെ 2 വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് എന്നോട് ഇടപെട്ടുകൊണ്ടേ ഇരുന്നു. സ്തോത്രം. കോട്ട അടച്ചു. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ചിലത് അടയും. ആമേൻ, സ്തോത്രം. ചിലത് അടയ്ക്കും. ഇന്ന് രാവിലത്തെ മെസ്സേജ് അതായിരുന്നു. മെസ്സേജ് ഇടുവാനായി കയറുന്നതിന് മുമ്പ് തന്നെ സ്തോത്രം ആ മാതാവ് ഫോൺ ചെയ്ത് ആശ്ചര്യത്തോടെ പറഞ്ഞു, ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞു ദൈവദാസനെ, ഒരു വായ് അടഞ്ഞു. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ നിനക്ക് വിരോധമായി ഇല്ലാ കഥകൾ പറയുന്ന, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, ദേശത്തിൽ നിന്നെ ഒറ്റയ്ക്കാക്കുവാൻ, നിന്ദിക്കുവാൻ തക്കവണ്ണം അപവാദ കഥകൾ മെനയുന്ന ചില വായ്കളെ കർത്താവ് അടപ്പിക്കുവാൻ
നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന, നിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില വായുകളെ കർത്താവ് ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ആമേൻ, സ്തോത്രം. ഈ വിധത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ചിലത് സ്തോത്രം, ആമേൻ, കർത്താവിന് അറിയാം. ഓ സ്തോത്രം, ചില പ്രാർത്ഥനകൾക്ക് മറുപടി താമസിച്ചാൽ ചിലർ ഈ ലോകത്ത് കാണത്തില്ല. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, അങ്ങനെ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ച് നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അതുകൊണ്ടാണ് അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നത്. ആമേൻ, സ്തോത്രം. അവൻ അറിയാം നീ മാറ്റപ്പെട്ടു പോകാതെ, നീ നശിച്ചു പോകാതെ ഏറ്റവും മഹത്തരമായവന്റെ സാക്ഷ്യം ഉയർത്തുവാനുള്ള സമയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾ മാറ്റപ്പെടുവാൻ ഇടവരാത്ത വിധത്തിൽ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സ്തോത്രം. 3 വാക്യങ്ങൾ ഈ സമയം ഒരുമിച്ച് നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വായിച്ച് ധ്യാനിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ സ്തോത്രം 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? ഒരു വാക്യം കൂടെ ചേർന്ന് വായിക്കട്ടെ. എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു നിമിഷം നമുക്ക് കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ വെള്ളിയാഴ്ച പകലിലും അളവുകൂടാത്ത അങ്ങയുടെ ആത്മസാന്നിധ്യം അനുഭവിച്ച് അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ സ്വർഗം ഞങ്ങൾക്കൊരുക്കിയ അവസരത്തിനായി സ്തുതിക്കുന്നു. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങളിൽ ഓരോരുത്തരിലും നിവർത്തിയാകണമേ. അപ്പാ, ആലയത്തിനകത്ത് നിവർത്തിയാകട്ടെ, ദേശത്തിലത് നിവർത്തിയാകട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ വേദനയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് നിവർത്തിയാകട്ടെ. വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പാ, അടിയനല്ല, അങ്ങയുടെ ശബ്ദം തന്നെ, അങ്ങയുടെ പ്രവൃത്തി തന്നെ ഇന്ന് ഇതിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം രക്തത്താൽ അടിയൻ വീണ്ടെടുത്ത നല്ല കർത്താവേ, അടിയൻ അങ്ങയോട് ചേർന്നായിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം വായിച്ച വാക്യം നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണ്. സ്തോത്രം, ആമേൻ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഒരു പള്ളിയിൽ ചെന്നെത്തി. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഒരു പള്ളിയിൽ ചെന്നെത്തി. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വരണ്ട ജീവിത അനുഭവങ്ങൾ ഉള്ള നിങ്ങൾ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, വരണ്ട ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ വരൾച്ച മാത്രം അനുഭവിച്ച് നല്ലത് കണ്ടെത്തുവാനോ നല്ലത് നേടുവാനോ കഴിയാതെ വഴിയിൽ ഇടറുന്നവർ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആ മനുഷ്യൻ്റെ വരണ്ട കൈയുടെ അനുഭവത്തെ മാറ്റിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ വരൾച്ചകളെയും ഇന്ന് മാറ്റും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ വരണ്ടുണങ്ങി വിണ്ടുകീറമാറായ അനുഭവങ്ങളെ കർത്താവ് ഇന്ന് മാറ്റും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വരൾച്ച മാറുകയാ. ആമേൻ, ഹല്ലേലൂയ. ആ പള്ളിയിൽ ആ കൈയുടെ വരൾച്ച മാറിയതിന്റെ മാനിഫെസ്റ്റേഷൻ 2000 വർഷങ്ങൾക്കപ്പുറം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഭയെ, പ്രൈസ് ഫാമിലിക്കൊപ്പമായിരിക്കുന്ന കുടുംബങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്ന വരൾച്ചയുടെ അനുഭവം മാറുകയാ. ആമേൻ. ആ ഇല്ലായ്മയുടെ അനുഭവം മാറുകയാ. ആ വറുതിയുടെ അനുഭവം, ഓ റീധാന ശക റധരെ ശന്ധാരകൻ, യേശുവിൻ നാമത്തിൽ ആ വരൾച്ചയുടെ അനുഭവത്തെ കർത്താവ് മാറ്റും. ശ്രദ്ധിക്കണമേ, വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ. ആമേൻ, സ്തോത്രം, സ്തോത്രം. വരണ്ട കൈ അഥവാ കൈ, സ്തോത്രം, നേരെ മടക്കുവാനോ നോക്കുവാനോ കഴിയാത്ത ഒരു മനുഷ്യൻ. പല വേദ പണ്ഡിതന്മാരും പറയുന്നത് കുഷ്ഠം വന്ന്, സ്തോത്രം, ആമേൻ, നമ്മുടെ നാട്ടിൽ നിന്ന്, സ്തോത്രം, നമ്മൾ തുരത്തി ഓടിച്ച ഒരു രോഗമാണ് കുഷ്ഠം. ആമേൻ. കുഷ്ഠം വന്നു കഴിഞ്ഞാൽ കൈയുടെ വിരലുകളും ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒന്നും ചലിക്കത്തില്ല. അതൊരുമാതിരി വികൃതമായിട്ട്, സ്തോത്രം, അസ്ഥികൂടത്തിൻ്റെ കൈ, സ്തോത്രം, ഇരിക്കുന്നത് പോലെ ഇരിക്കും. അതിനൊരു മൂവ്മെന്റ് ഉണ്ടാകത്തില്ല. ആമേൻ, സ്തോത്രം. ഓരോ വശത്തു നിന്ന് അതിങ്ങനെ
ഇങ്ങനെ വ്രണമായി അത് അറ്റ് നഷ്ടപ്പെട്ടു പോകും. അവസാനം കൈയാകും, കൈ മറ്റു നഷ്ടപ്പെടും. ഏകദേശം അതിനു മുമ്പേ തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതവും അവസാനിപ്പിച്ചിരിക്കും. അവിധത്തിൽ വരണ്ട കൈയുള്ള, മൂവ്മെന്റ് ഇല്ലാത്ത കൈയുള്ള, സ്തോത്രം, പഴുത്തു തുടങ്ങിയ കൈയുള്ള, ആമേൻ സ്തോത്രം, ഓ സ്തോത്രം, ആ കൈയുള്ള മനുഷ്യന്റെ ദുരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം, ഹല്ലേലൂയ, ഓ സ്തോത്രം. അവനെന്തെങ്കിലും സ്വന്തമായി ചെയ്യുവാൻ കഴിയത്തില്ല, അത് ഓക്കെയാണ്. പക്ഷേ അവനെ ആരെങ്കിലും സഹായിക്കുവാൻ പോയാൽ പോലും ആ സഹായം സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ആമേൻ. കയ്യിൽ വീഴുന്ന നാണയത്തുട്ടുകൾ പോലും വിരലുകൾക്കിടയിൽ കൂടെ ഊർന്നു പോകുന്ന അനുഭവം. ആമേൻ. വേദനയോടെ വാരിയെടുക്കുന്ന ആഹാരം പോലും വായ്ക്കകത്ത് എത്തിക്കുവാൻ കഴിയാതെ വിരലുകൾക്കിടയിൽ കൂടെ ഊർന്നു പോകുന്ന അനുഭവം. കഷ്ടപ്പെട്ട് വായ്ക്കകത്ത് എത്തിക്കുന്നത് പോലും കൈയുടെ പഴുത്ത അവസ്ഥ കണ്ട് അതേ തൊണ്ടയിലൂടെ ഇറക്കുവാൻ കഴിയാതെ വേദനിക്കുന്ന അവസ്ഥ. അതേ വരണ്ട അനുഭവം. ആമേൻ. വരണ്ട അനുഭവം. പലതും കൈക്കുള്ളിൽ എടുക്കുവാൻ, അനുഭവിക്കുവാൻ കഴിയാതെ, സന്തോഷമായി അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവം തന്നതാകട്ടെ, നേടിയെടുത്തതാകട്ടെ, സന്തോഷത്തോടെ അനുഭവിക്കുവാൻ കഴിയാതെ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ സഹോദരി, സഹോദര, ആ വരണ്ട അനുഭവത്തെ കർത്താവിന്ന്, ഓ സ്തോത്രം, മാറ്റുക യേശുവിൻ നാമത്തിൽ. ചിലത് എടുത്തുപയോഗിക്കുവാൻ, ചിലത് പ്രയോജനപ്പെടുത്തുവാൻ, സന്തോഷമായി ജീവിക്കുവാൻ, ആ തൊഴിലിടത്തിൽ നിന്ന് നന്മ കണ്ടെത്തുവാൻ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ വരണ്ട കൈയുടെ അനുഭവം മാറുക. നിന്റെ കൈയുടെ അധ്വാനം, ഓ സ്തോത്രം, നിന്റെ കൈ കൊണ്ട് അധ്വാനിക്കുന്നതിന് പ്രതിഫലം നിന്റെ കൈ കൊണ്ട് വാങ്ങി നിന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത് അവർക്കൊപ്പം സന്തോഷത്തോടെ, യേശുവിൻ നാമത്തിൽ. പലരും അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ കൈനീട്ടി വാങ്ങുവാൻ കഴിയുന്നില്ല. കയ്യിലെത്തുന്നത് പലയിടങ്ങളിൽ ചിതറിപ്പോകുന്നു. കുടുംബത്തിനകത്ത് സമാധാനമില്ല, കുടുംബത്തിനകത്ത് സന്തോഷമില്ല, സ്വസ്ഥതയില്ല. വല്ലാതെ, ഓ സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ വല്ലാതെ വരണ്ട വരൾച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരങ്ങളെ കേൾക്കണമേ. ആ വരൾച്ചയുടെ അനുഭവത്തെ കർത്താവ് മാറ്റുക. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ കൈനീട്ടി വാങ്ങുവാൻ പോകുക. ആ നന്മയെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇന്ന് വിട്ടുപോകുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ പഴുത്ത അവസ്ഥ, ആമേൻ സ്തോത്രം, ആ വിറങ്ങലിച്ച അവസ്ഥ, ആ മരവിച്ച അവസ്ഥ, സ്തോത്രം, ഓ സ്തോത്രം. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ശവതുല്യമായ അവസ്ഥയായിരിക്കണം ആ കൈക്ക്. ആമേൻ. അവന് പോലും ആ കയ്യെ ഇഷ്ടമല്ലാതെ ആയിരിക്കും. ആമേൻ, യേശുവിൻ നാമത്തിൽ. പിന്നെ മുറിച്ചു കളയുവാൻ കഴിയാത്തത് കൊണ്ട് കൊണ്ട് നടക്കുന്ന അവസ്ഥ. ആമേൻ സ്തോത്രം. പലർക്കും, ആമേൻ, പലതിനോട് വെറുപ്പായി തീർന്നിരിക്കുന്നു. ആമേൻ. തൊഴിലിനോട് പലർക്കും വെറുപ്പായി, വിദ്യാഭ്യാസത്തോട് വെറുപ്പായി, ഭാവി ജീവിതത്തോട് വെറുപ്പായി, കുടുംബ ജീവിതത്തോട് വെറുപ്പായി, ഭാര്യയോട് വെറുപ്പായി, ഭർത്താവിനോട് വെറുപ്പായി, മക്കളോട് വെറുപ്പായി. ആമേൻ. വെറുത്ത്, ആമേൻ സ്തോത്രം, വല്ലാത്തൊരവസ്ഥയിൽ കടന്നു പോകുന്ന അനുഭവത്തിൽ ചിലരെന്നെ കേൾക്കുമ്പോൾ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആ വരണ്ട അവസ്ഥയെ, വെറുപ്പിന് കാരണമായ, പ്രയോജനമില്ലാതാക്കി തീർത്ത ആ വരണ്ട അവസ്ഥയെ എൻ്റെ കർത്താവ് മാറ്റുക. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ യേശു ആ കരത്തിൽ തൊടുവാൻ പോകുക. ആമേൻ. എൻ്റെ യേശു നിന്റെ ജീവിതത്തിൽ തൊടുവാൻ പോകുക. ആ മനുഷ്യന്റെ കരത്തിൽ തൊട്ട യേശു, ആ മനുഷ്യന്റെ കരത്തിൽ തൊട്ട യേശു നിന്റെ ഭാവിയിൽ തൊടുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തെ തൊടുവാൻ പോകുക. നിന്റെ ശരീരത്തെ തൊടുവാൻ പോകുക. നിന്റെ, ഓ യേശുവെന്ന നിന്റെ തലമുറകളെ തൊടുവാൻ പോകുക. വെറുപ്പായി തുടങ്ങിയ ഓ റാധാന ശഖ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ആ വെറുത്തു പോയത് വെറുപ്പായി തീർന്നത്, സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുന്നു, യേശു തൊട്ടു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കരം, ആമേൻ സ്തോത്രം, അവനെ പ്രയോജനമുള്ള കരമായി മാറി. ആമേൻ സ്തോത്രം. അവന്, സ്തോത്രം, ആഹാരം വാരി കഴിക്കുവാൻ കഴിയുന്ന കരമായി മാറി. അവന്റെ കയ്യിൽ കിട്ടുന്നത്, സ്തോത്രം, മുറുകെ പിടിക്കുവാൻ കഴിയുന്ന കരമായി മാറി. പലതിനെയും ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന കരമായി മാറി. പലതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന കരമായി മാറി. ആമേൻ സ്തോത്രം. ചില വ്യക്തികളെ കർത്താവ് മാറ്റുകയാ. ഓ സ്തോത്രം, പ്രയോജനപ്പെടുന്നവരായി, ഓ റിധര ശഖ റധരെ ശന്ധാരകന, പ്രയോജനപ്പെടുന്നവരായി, പ്രയോജനപ്പെടാത്ത, പ്രയോജനമില്ലാതെ പോയ, ഇങ്ങനെ ഒരുവൻ എന്തിന്, ഇങ്ങനെ ഒരുവൾ എന്തിന്, ഇങ്ങനെയുള്ള തലമുറകൾ എന്തിന്, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ എന്തിന് എന്ന് ചോദിച്ച്, ഇങ്ങനെ ഒരു ജോലിക്കാരൻ എന്തിന്, ഇങ്ങനെ ഒരുവൻ എന്തിനാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് ചോദിച്ചവരെ കൊണ്ട് നിന്നെ പ്രയോജനമുള്ളവരെന്ന് പറയിപ്പിക്കുന്ന ഒരു ദൈവം. ആമേൻ. നിന്റെ ജീവിതത്തെ കർത്താവ് തൊടുകയാ. താങ്ക് യു ലോർഡ്. യേശു
യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്തോത്രം. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, ഒരുപക്ഷേ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നമ്മളൊരു അത്ഭുതം പ്രതീക്ഷിക്കും. ആമേൻ. നല്ലതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ, ഉപവസിക്കുവാൻ കഴിയുമ്പോൾ, 1, 2, 3, 21, 41 ഒക്കെ ഉപവസിക്കുവാൻ കഴിയുമ്പോൾ, ശക്തമായ ദൈവിക ആലോചനകൾ കേൾക്കുവാൻ കഴിയുമ്പോൾ, നമ്മൾ വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ ഞങ്ങൾ മാറത്തുള്ളൂ എന്ന് പറയുന്ന ഒരു കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നമ്മളൊരു അത്ഭുതം പ്രതീക്ഷിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമയത്ത് പ്രാർത്ഥിക്കുവാൻ ശരിയാവണ്ണം കഴിയാതെ ആയിരിക്കുമ്പോൾ, ചിലർ എന്നെ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുവാൻ ശരിയാവണ്ണം കഴിയുന്നില്ല, ഉപവസിക്കുവാൻ കഴിയുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല, ഒരു വിറങ്ങലിച്ച അവസ്ഥ. ആമേൻ ഹല്ലേലൂയ. ഒരു വിറങ്ങലിച്ച അവസ്ഥ, കേൾക്കുന്ന ദൂതുകൾ പോലും ചെവിയിൽ കയറാത്ത വിധത്തിൽ വിറങ്ങലിച്ച അവസ്ഥ. സാഹചര്യം പ്രതികൂലമാണ്, ഒറ്റയ്ക്കാണ്, വിചാരിച്ചതുപോലെ ആരുമില്ല, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നോക്കൂ സ്തോത്രം, യേശു അത്ഭുതം ചെയ്യുവാൻ കടന്നു വന്നത് ആമേൻ വിചാരിച്ചതുപോലെ എല്ലാം നടത്തുവാൻ കഴിവുള്ള ഒരുവന്റെ അടുക്കലുമല്ല, അവിധത്തിൽ ഒരു സ്ഥാനത്തും അല്ല. ശ്രദ്ധിക്കണമേ, വിചാരിച്ചതുപോലെ എല്ലാം നടത്തുവാൻ കഴിവുള്ള ഒരു മനുഷ്യനല്ല വരണ്ട കൈയുള്ള മനുഷ്യൻ. അവൻ വിശന്നാൽ നേരെ ആഹാരം കഴിക്കാൻ പറ്റാത്തവനാണ്, പിന്നെയാണ് അവൻ വിചാരിച്ചതുപോലെ നടത്തുന്നത്. 2 സ്തോത്രം, അവനൊപ്പം നിൽക്കുന്ന, അവനെ സ്തോത്രം വിടുവിച്ചിട്ടേ, അവനെ സൗഖ്യമാക്കിയിട്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന് നമ്മൾ പലപ്പോഴും വാശി പിടിക്കുന്നത് പോലെ വാശി പിടിക്കുന്ന ഒരു കൂട്ടത്തിനൊപ്പവുമല്ല അവൻ ആയിരിക്കുന്നത്. കാരണം 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും, യേശു അവിടെ കടന്നു വരുന്നു. ആലയത്തിനകത്ത് വരണ്ട കൈയുള്ള മനുഷ്യനുണ്ട്. സ്തോത്രം, ചുറ്റുമായിരിക്കുന്നവർ എന്താണ് ചിന്തിക്കുന്നത്? യേശു എങ്ങാനും ഇവനെ സൗഖ്യമാക്കിയാൽ യേശു ശബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞ് യേശുവിന് പണി കൊടുക്കാം. ആമേൻ സ്തോത്രം. എങ്ങനെയുണ്ട് ആ സ്തോത്രം? ആ മനുഷ്യന്റെ ചുറ്റുമുള്ള ആൾക്കൂട്ടം, ആ മനുഷ്യൻ സ്വതവേ ബലഹീനനാണ്. ആ മനുഷ്യനൊപ്പമുള്ളവർ തങ്ങൾ സ്തോത്രം തങ്ങളിലൂടെ ഒരു വിടുതൽ ഇവർ ഉണ്ടാകരുതെന്ന് ഉള്ളിൽ ചിന്തിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, പുറമെ എന്തായിരിക്കും പറഞ്ഞത്? ഓരോ ദിവസവും ഇവൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ വാം വെൽക്കം ചെയ്യും. വരൂ വരൂ സഹോദര, കടന്നു വരൂ, ഇന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, ഇന്ന് നിങ്ങൾ സൗഖ്യത്തോടെ മടങ്ങും. പക്ഷെ ഉള്ളിൽ എന്താണ്? അങ്ങനെ ഇപ്പൊ നീ സൗഖ്യമാകണ്ട, അങ്ങനെ ഇപ്പൊ നീ വരണ്ട കൈ മാറണ്ട, അങ്ങനെ ഇപ്പൊ നീ പ്രയോജനപ്പെടണ്ട. അങ്ങനെ കുശുമ്പും അസൂയയും കുന്നായ്മയും പിടിച്ച ഒരു വൃത്തികെട്ട കൂട്ടം. ആമേൻ സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കണമേ, അവന് പറ്റത്തില്ല, അവൻ ആകപ്പാടെ പെട്ടുപോയി. സ്തോത്രം. അവന് ചുറ്റുമുള്ളവർക്ക് അവൻ രക്ഷപ്പെടണമെന്ന് ഒരു ആഗ്രഹവുമില്ല. അതേ അവസ്ഥയിൽ അവിടെ കടന്നു വന്ന് അവന്റെ കരം തൊട്ട് അവനെ സൗഖ്യമാക്കുന്ന ഒരു യേശു. നിന്റെ സാഹചര്യം നോക്കണ്ട, നിന്റെ അവസ്ഥ നോക്കണ്ട, നീ ആയിരിക്കുന്ന അനുഭവത്തെ നീ നോക്കണ്ട. നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ നീ ഒറ്റയ്ക്കായിരിക്കുന്ന സ്ഥാനത്ത് ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, നിനക്കൊപ്പം നിൽക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ, ഉപവസിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി, നിന്നോട് നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ ആയിരിക്കുന്ന റൂമിനകത്ത്, നീ ആയിരിക്കുന്ന ഭവനത്തിൽ നിനക്കൊപ്പം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു റീധാന. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവന്മാർ അസൂയാലുക്കളാണ്, ഇവന്മാർ കുഴപ്പക്കാരാണ്, അതുകൊണ്ട് ഞാനും ഇവനെ സൗഖ്യമാക്കത്തില്ല എന്ന് പറഞ്ഞ് പോകുന്നവനല്ല നമ്മുടെ യേശു. ആമേൻ സ്തോത്രം. നിന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ മുഖം നോക്കി വരുന്നവനോ, നിന്റെ ചുറ്റുമുള്ളവരുടെ ആൾക്കാരുടെ മുഖം നോക്കി പോകുന്നവനോ അല്ല എൻ്റെ യേശു. നിന്റെ മുഖം നോക്കി അവൻ വരും. ആമേൻ സ്തോത്രം. നിന്റെ അവസ്ഥ കണ്ട് അവൻ വരും. നിന്റെ സാഹചര്യം തിരിച്ചറിഞ്ഞ് എൻ്റെ യേശു വരും. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ആര് വേണ്ട എന്ന് പറഞ്ഞാലും, ആര് എതിർത്ത് നിന്നാലും അവൻ നിന്നെ തൊടും. വരൾച്ചയുടെ അനുഭവം മാറും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യേശു നിങ്ങളെ തൊടും. ആമേൻ സ്തോത്രം. വരൾച്ചയുടെ അനുഭവത്തെ മാറ്റും. സ്തോത്രം. യേശുവിനോട് അവർ ചോദിക്കുന്നുണ്ട്, ഇവനെ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ? ഇന്നും പലരും സ്തോത്രം പലപ്പോഴും സ്തോത്രം നമ്മുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ സ്തോത്രം പലരും പങ്കുവയ്ക്കുന്ന സങ്കടം ഇതാണ്. ദൈവദാസനെ അവരൊക്കെ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്നുപോയ വീഴ്ചകളാണ്, എൻ്റെ കുറവുകളാണ് ഞാൻ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. അതൊരു ചോദ്യമാണ്. ആമേൻ. ഇങ്ങനെയൊക്കെ ജീവിച്ച നീ യേശുവിൽ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നത്, വിടുതൽ പ്രതീക്ഷിക്കുന്നത് ശരിയാണോ? ആമേൻ സ്തോത്രം. നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിരന്തരമായി, നിങ്ങളുടെ ഇന്നലകളിലെ വീഴ്ചകളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെക്കുറിച്ച്, നിങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് നിരന്തരമായി ആവർത്തിച്ച് ആരെങ്കിലും പറയുന്ന
പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിൽ അതൊരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള നീ, ഇങ്ങനെയായിരുന്ന നീ, ഇങ്ങനെ ജീവിച്ച നീ യേശുവിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്നത് ശരിയാണോ? നിനക്കങ്ങനെ ആഗ്രഹിക്കുവാൻ യോഗ്യതയുണ്ടോ? ആമേൻ, സ്തോത്രം. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ആമേൻ. ഈ മനുഷ്യൻ അങ്ങനെ ഇരിക്കേണ്ടവനാണ്, ഈ മനുഷ്യൻ അങ്ങനെ സൗഖ്യമാകേണ്ടവനല്ല എന്ന് കൂട്ടം തീരുമാനിച്ചു. പള്ളിയിൽ കൂടിയവർ തീരുമാനിച്ചു, ദൈവത്തെ വിളിക്കുന്നവർ തീരുമാനിച്ചു, ന്യായപ്രമാണം എടുക്കുന്നവർ തീരുമാനിച്ചു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം മുഴുവനും നിങ്ങൾക്ക് വിരോധമായി വിധി എഴുതിയാലും, ലോകം മുഴുവനും നിങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ നിങ്ങൾ യോഗ്യരല്ല എന്ന് വിളിച്ചു പറഞ്ഞാലും, സർവശക്തനായ ദൈവം പറയും, അതെ, നീ വിടുവിക്കപ്പെടേണ്ടവൻ, നീ വിടുവിക്കപ്പെടേണ്ടവൻ. നിന്റെ കണ്ണുനീരിന് അവസാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു, നിന്റെ കഷ്ടപ്പാടിന് അവസാനം വരേണ്ടിയിരിക്കുന്നു, നിന്റെ കാത്തിരിപ്പിന് അറുതി വരേണ്ടിയിരിക്കുന്നു. കാരണം നീ പ്രതീക്ഷ വെച്ചത് ചുറ്റും കൂടിയ ആൾക്കൂട്ടത്തിലല്ല, സർവശക്തനായ ദൈവത്തിൽ അത്രേ. ഓ, പ്രിയരെ, നിങ്ങൾ പ്രതീക്ഷ വെച്ചത്, നിങ്ങൾ നോക്കിയത് ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിലല്ല. അങ്ങനെ ആൾക്കൂട്ടത്തിൽ നോക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നോട്ടം ദൈവത്തിലേക്കാകട്ടെ. ആമേൻ, യേശുവിൻ നാമത്തിൽ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ, സ്തോത്രം. പള്ളി പ്രമാണിയുടെ മുഖത്തേക്ക് നോക്കിയവന്റെ മുഖം പ്രകാശിതമായി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അതേ, പുരോഹിതന്റെ മുഖത്തേക്ക് നോക്കിയ നോ, സ്തോത്രം, അവങ്കിലേക്ക് നോക്കിയവൻ, സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നോക്കിയവന്റെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത സർവശക്തനായ ദൈവം ഇന്ന് പകലും അതേ അവന്റെ ആത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയട്ടെ, നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതെ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നീ ലജ്ജിച്ച് തലകുനിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ചുറ്റുമുള്ളവർ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഒറ്റയ്ക്കാ, വരണ്ട കൈയുമായി അവൻ ഒറ്റയ്ക്കാ. ആമേൻ, സ്തോത്രം. അവനൊപ്പം ആരെങ്കിലും ഉണ്ടെന്ന് ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അവൻ ഒറ്റയ്ക്കാ, സ്തോത്രം. അവന്റെ വരൾച്ചയുടെ അനുഭവം കടന്നു വന്നപ്പോൾ, സ്തോത്രം, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞവർ, ഇവൻ വരൾച്ചയിൽ തന്നെ തുടരേണ്ടവനാണ്, ഇവൻ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടവനാണെന്ന് തിരിച്ചറിഞ്ഞവരൊക്കെ അവനെ വിട്ടു പോയിരിക്കാം. ഒരുപക്ഷെ അവന്റെ മാതാപിതാക്കൾ അങ്ങനെ അവനെ ഉപേക്ഷിച്ചിരിക്കാം, അവന്റെ സഹോദരങ്ങൾ അവനെ ഉപേക്ഷിച്ചിരിക്കാം, അവന്റെ ഭാര്യയും മക്കളും അവനെ ഉപേക്ഷിച്ചിരിക്കാം. ആമേൻ. ആരുമില്ലാത്തവനായി ഒറ്റയ്ക്കായി തീർന്ന മനുഷ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പറയും, അതെ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കൊപ്പം ആരുമില്ല. എൻ്റെ അവസ്ഥ തിരിച്ചറിയുവാനോ, എൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനോ, എൻ്റെ കണ്ണുനീരിൻ്റെ ആഴങ്ങൾ അറിയുവാനോ, ആ തീ അറിയുവാനോ കഴിയാവുന്നവർ എനിക്കൊപ്പമില്ല എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, നിന്റെ വേദനകൾ നിന്നെക്കാൾ നന്നായി അറിയുവാൻ കഴിയുന്ന ഒരുവൻ നിന്റെ അടുക്കലുണ്ട്. അവൻ നിന്നെ തൊടും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വരൾച്ചയുടെ അനുഭവത്തെ മാറും, വരണ്ടുണങ്ങിയ അനുഭവത്തെ മാറും. നല്ലത് പ്രതീക്ഷിക്കുവാൻ കഴിയാതെ, നല്ലതൊന്നും ജീവിതത്തിൽ കാണുവാനോ പുറത്ത് കാണിക്കുവാനോ ഇല്ലാതായിരിക്കുന്ന അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും. ഹല്ലേലൂയ. യേശു കരം നീട്ടി അവനെ തൊട്ടു. ചോദ്യങ്ങൾക്ക് യേശു മനോഹരമായ ഉത്തരം അവിടെ ഉപമയിലൂടെ കൊടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഒരാട്, ആമേൻ, ശബത്ത് നാളിൽ കുഴിയിൽ വീണുപോയാൽ, സ്തോത്രം, അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? സ്തോത്രം. തുടർന്ന്, ആമേൻ, സ്തോത്രം, ഞാനും നീയും ദൈവമക്കളെന്ന് സന്തോഷിക്കുന്നതിൽ അഭിമാനിക്കേണ്ട ഒരു വാക്ക് യേശുവിൽ നിന്ന് വരികയാ. സ്തോത്രം. ആമേൻ. മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളത്. ആമേൻ, സ്തോത്രം. മനുഷ്യൻ എത്ര വിശേഷതയുള്ളത്. എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ആരാധിക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശേഷത ഉള്ളവരാണ്. ആമേൻ. നിങ്ങളെ അങ്ങനെ മാറ്റി നിർത്തുവാൻ ആർക്കും കഴിയത്തില്ല, നിങ്ങളെ ഒതുക്കി കളയുവാൻ ആർക്കും കഴിയത്തില്ല, നിങ്ങളെ തകർത്ത് കളയുവാൻ ആർക്കും കഴിയത്തില്ല, നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ ഒരു മനുഷ്യനും ഒരു പിശാചിനും അവന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുവായി വരുന്ന ഒരു പദ്ധതിക്കും യേശുവിൻ നാമത്തിൽ ഒരു ശത്രുവിനും, അത് ഒരു മനുഷ്യനും ഒരു പിശാചിനും അതിന് കഴിയത്തേ ഇല്ല. ആമേൻ. നിങ്ങൾ വിശേഷത ഏറിയവരാണ്, നിങ്ങൾ വിശേഷത ഏറിയവരാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണമേ, ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ആട് എവിടെ കിടക്കുന്നു, മനുഷ്യൻ എവിടെ കിടക്കുന്നു? ആമേൻ, സ്തോത്രം. ഇന്നാണെങ്കിൽ ഒരു വൃക്ക കൊടുത്താൽ ചിലപ്പോൾ വില കിട്ടുമായിരിക്കും, കരള് പറിച്ചു കൊടുത്താലും ചിലപ്പോൾ വില കിട്ടുമായിരിക്കും. അങ്ങനെ വിൽക്കുന്ന മനുഷ്യരുടെ അവയവങ്ങൾ പോലും വിൽക്കുന്ന മനുഷ്യരുള്ള കാലഘട്ടത്തിൽ, വാങ്ങുന്ന മനുഷ്യരുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കണമേ,
ഒരാട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാടിന് വിലയുണ്ട്. ആമേൻ, സ്തോത്രം. അതിൻ്റെ പാല് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും, അതിൻ്റെ മാംസം മറ്റുള്ളവർക്ക് കഴിക്കുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. അതിൻ്റെ തുകൽ കമ്പിളിയായിട്ട് ഉപയോഗിക്കുവാൻ കഴിയും. അതിൽ നിന്ന് പുറത്ത് കളയുവാൻ കഴിയുന്നത് ചുരുക്കം ചില കാര്യങ്ങളായിരിക്കും. എന്നാൽ ഒരു മനുഷ്യനാണ്, ആമേൻ, സ്തോത്രമെങ്കിലോ അവൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അവനെ പൊതിഞ്ഞെടുത്ത് സ്തോത്രം, ആമേൻ, സ്തോത്രം, കൂടാരത്തിന് പുറത്ത്, ആമേൻ, ഹല്ലേലൂയ, കൊണ്ടുകളയും. ഒന്നിനും പ്രയോജനമില്ല. ആമേൻ, ഒന്നിനും പ്രയോജനമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിലയിട്ടാൽ നമുക്ക് വിലയില്ല. ആമേൻ, സ്തോത്രം. വിലയിട്ടാൽ നമുക്ക് വിലയില്ല. വില ഉള്ളതിനെ തേടിയല്ല എൻ്റെ യേശുപ്പൻ വന്നത്, വിലയില്ലാത്ത നമ്മളെ തേടിയാ, വിലയില്ലാത്ത എന്നെയും നിന്നെയും തേടിയാ. എങ്ങനെ വിലയിട്ടാലും വില കിട്ടാത്ത നമ്മളെ തേടിയാ എൻ്റെ യേശുപ്പൻ വന്നത്. അവൻ നമ്മെ കൈവിടത്തില്ല. ലോകത്തിന് നീ വിലയില്ലാത്തവളായിരിക്കാം, ലോകത്തിന് നീ വിലയില്ലാത്തവനായിരിക്കാം, ലോകത്തിന് നീ വേണ്ടാത്തവനായിരിക്കാം. കേൾക്ക്, എൻ്റെ യേശു നിന്റെ കൈവിടത്തില്ല. ലോകത്തിന് വിലയില്ലാത്ത, ലോകത്തിന് വേണ്ടാത്ത, ഓ റീധാര ശകാരധരെ ശന്ധാർഗര യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ആമേൻ. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്തോത്രം, യാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ പഠനം കടന്നുപോയാൽ, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ സ്തോത്രം വിട്ടുകളയരുത്. നിങ്ങൾ ദൈവത്തിന്റെ വചനവും ഇസ്രായേലിന്റെ ചരിത്രവും നന്നായി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഊനമില്ലാതെ ആ സ്തോത്രം ദേവാലയത്തിലെ പുരോഹിതന്മാർ, യാഗ വസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന പുരോഹിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്ന നല്ലൊരു ആടിന് സ്തോത്രം ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെക്കാൾ വില കാണും. ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം പുരോഹിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരാടിനെ വാങ്ങുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. നല്ല ആട് നിങ്ങൾ കൊണ്ടുപോയാലും പുരോഹിതന്മാർ സാക്ഷ്യപ്പെടുത്തത്തില്ല. അവർ പറയും, ഇത് വേണ്ട, ഞങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്, അതാണ് നല്ലത്. ആ നല്ലതിന് അവർ ചോദിക്കുന്നത് ഒരുപക്ഷെ ഒരു പുരുഷായുസ് കൊണ്ട് ഒരു സാധാരണക്കാരന മനുഷ്യൻ അധ്വാനിക്കുന്ന പണമായിരിക്കും. അങ്ങനെയെങ്കിൽ അത്രമാത്രം വിലയുള്ളതാണ് അന്ന് ആട്. അതുകൊണ്ടാണ് കൂട്ടം കൂടിയവർ പറഞ്ഞത്, അങ്ങനെ വിലയുള്ള നിന്റെയൊക്കെ ആടിനേക്കാൾ എനിക്ക് ഈ മനുഷ്യൻ വിശേഷതയുള്ളവനാണ്. ഓ താങ്ക് യു ലോർഡ്. എനിക്ക് ഈ മനുഷ്യൻ നിന്റെയൊക്കെ ആടിനേക്കാൾ, നിന്റെയൊക്കെ സമ്പത്തിനേക്കാൾ വലുതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പേര് വരുമ പ്രശസ്തിയുള്ള പലരും പറഞ്ഞേക്കാം, പാരമ്പര്യമുള്ള പലരും പറഞ്ഞേക്കാം, നീ കൊള്ളാത്തവനെന്ന്, നിന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന്, നിനക്ക് വേണ്ടി ആമേൻ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായാൽ പോലും അത് ഉപയോഗമില്ലാത്തതാണെന്ന്, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് പോലും വേസ്റ്റ് ആണെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ അവരുടെ വാക്കുകളെ മാറ്റി നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലിലും എനിക്കും നിനക്കും മധ്യത്തിൽ വന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവം നിനക്കൊരു വിലയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിനക്കൊരു വിലയിട്ടിട്ടുണ്ട്. സ്തോത്രം. ഒത്തിരി പേർ, ആമേൻ, സ്തോത്രം, ഈ അവയവ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേർ പ്രാർത്ഥിക്കുവാനായി വിളിക്കും. പ്രാർത്ഥന മാത്രമല്ല, പലപ്പോഴും അതൊരു കൗൺസിലിംഗ് പോലെ ആകാറുണ്ട്. കാരണം ആമേൻ, സ്തോത്രം, അവയവ മാറ്റിവെക്കുവാൻ വേണ്ടി സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കുന്ന, അടിച്ച് കുടിച്ച് കരൾ വയ്യ മക്കൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ ഭാര്യ തൻ്റെ കരളിൻ്റെ പകുതി പകുത്തെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മ പകുത്ത് കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകും. അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകളൊക്കെ കഴിയും. ഭയങ്കരമായ പ്രൊസീജിയറാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ കരള് പകുത്ത് കൊടുത്ത് അത് വച്ചവൻ ഒരുപക്ഷെ രക്ഷപ്പെടും. ഈ പകുത്ത് കൊടുത്തവർ അങ്ങുമിഞ്ഞും എത്താത്ത അവസ്ഥയിലാകുന്ന ഒത്തിരി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആമേൻ. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും, ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യും. പല ടെസ്റ്റുകളും വളരെ വേദനിപ്പിക്കുന്നതാണ്. ഒത്തിരി മരുന്നുകൾ ഈ സ്തോത്രം ഈ അവയവം കൊടുക്കുന്നവരുടെ ശരീരത്തിലേക്ക് ഡോക്ടർമാർ കയറ്റിവിടും. പല മരുന്നുകളും ശരീരത്തിൻ്റെ അവസ്ഥയെ വല്ലാതെ ബാധിക്കും. ആമേൻ, സ്തോത്രം. തുടർന്ന് ഭയങ്കരമായൊരു കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിംഗിൽ ഇതിൻ്റെ വരായ്മകളെ കുറിച്ചൊക്കെ പറയും. ആമേൻ, സ്തോത്രം. എങ്കിലും തൊട്ടടുത്തിരിക്കുന്ന മകൻ, പ്രതീക്ഷയോടെ അമ്മയുടെ ഒപ്പമായിരിക്കുന്ന മകൻ, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ ഭാര്യയ്ക്കൊപ്പമായിരിക്കുന്ന ഭർത്താവ്, അവർ കേൾക്കേ സ്തോത്രം അവർ സന്തോഷത്തോടെ സമ്മതിക്കും, ഈ റിസ്ക് ഏറ്റെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും, ഞങ്ങൾ ബെഡിലായിപ്പോയാലും, ഞങ്ങൾക്ക് ഇനി പഴയതുപോലെ ഓടി നടന്ന് ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ അവയവം കൊടുക്കുവാൻ തയ്യാറാണ്. അങ്ങനെ സ്തോത്രം കേട്ട ഒത്തിരി പേർ അതിനുശേഷം രാത്രിയിൽ ഉറക്കമില്ലാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർ പറയുന്നതാണ്, ദൈവദാസനെ എല്ലാം സമ്മതിച്ചു, പക്ഷേ പറ്റുന്നില്ല. സ്തോത്രം, ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോവുകയാണല്ലോ. ഞാൻ അറിഞ്ഞുകൊണ്ട് ശരീരത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോവുകയാണല്ലോ. സഹിക്കുവാൻ കഴിയാത്ത വേദനയാണ്, സഹിക്കുവാൻ കഴിയാത്ത ടെൻഷനാണ്,
സ്നേഹത്തെയൊക്കെ മുൻനിർത്തി അവരത് ചെയ്യുവാനായി ഒരുപക്ഷെ പലരും തയ്യാറാകും. എന്നാൽ ഒത്തിരി പേർ ഈ അവസാനത്തെ കൗൺസിലിംഗ് കഴിയുമ്പോൾ പിന്മാറിപ്പോകും. ആമേൻ, സ്തോത്രം. പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, വിലയില്ലാത്ത, ആർക്കും വേണ്ടാത്ത നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ മടി കൂടാതെ വച്ചു കൊടുത്തൊരുവൻ, ആമേൻ, അവൻ നിങ്ങളെ കൈവിടത്തുമില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തുമില്ല. ഗത്ശമനയിലെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും പരിപാടി നിർത്താത്തൊരു ദൈവം യേശുവിൻ നാമത്തിൽ. ഗത്ശമനയിൽ നല്ലൊരു കൗൺസിലിംഗ് നടന്നതാ. എന്നിട്ടും എന്നെയും നിന്നെയും ഓർത്ത്, ഓ സ്തോത്രം, നിന്നെയും എന്നെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം ജീവനെ വിട്ടുകൊടുത്ത യേശു നിന്റെ കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ വേണ്ട എന്ന് വെച്ചാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും എൻ്റെ യേശു, ഹല്ലേലൂയ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഏതിനേക്കാളും എന്തിനേക്കാളും നമ്മൾ നമ്മുടെ കർത്താവിന് വിലയേറിയവരാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകം അവരുടെ കണ്ണ് തുറന്ന് നമ്മളെ ജഡ്ജ് ചെയ്യും. ആമേൻ, സ്തോത്രം. അവരുടെ കണ്ണിലൂടെ നോക്കിയിട്ട് അവർ ഒരുപാട് കുറ്റങ്ങൾ നമ്മളെക്കുറിച്ച് പറയും. ആമേൻ, നമുക്ക് ഒരുപാട് കുറവുകളുണ്ടെന്ന് പറയും, ഒരുപാട് പരിമിതികളുണ്ടെന്ന് പറയും, ഒരുപാട് പോരായ്മകളുണ്ടെന്ന് പറയും. ആ മനുഷ്യനെ നോക്കിയിട്ട് ഈ പള്ളിയിലുള്ള കൂട്ടം മുഴുവൻ എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുവാൻ കാരണം ഇതായിരിക്കും: ഇവൻ ഇങ്ങനെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ്, ഇവൻ ഇങ്ങനെ വരണ്ട കൈയോടെ തെണ്ടി ജീവിക്കട്ടെ, ഇവൻ ഇങ്ങനെ ഭിക്ഷക്കാരനായി തന്നെ ജീവിക്കട്ടെ, ഇവന് വേണ്ടി ഒരു അത്ഭുതമൊന്നും യേശു പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ന്യായപ്രമാണത്തിന്റെ കണ്ണിലൂടെ നോക്കിയതായിരിക്കാം. ശ്രദ്ധിക്കണമേ, അവിടെ കൂടി ആരും മോശക്കാരല്ല. അവർ ന്യായപ്രമാണത്തിൽ തികവുള്ളവരാണ്, അവർ പരീക്ഷന്മാരാണ്, അവർ യാഗങ്ങൾ കഴിക്കുന്നവരാണ്, അവർ ഉപവസിക്കുന്നവരാണ്, അവർ ദശാംശം കൊടുക്കുന്നവരാണ്, അവർ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ്. എല്ലാം തികഞ്ഞവർ കൂട്ടം കൂടി നിന്ന് ആക്രോശിച്ചിട്ടും, എല്ലാം തികഞ്ഞവർ കൂട്ടം കൂടി നിന്ന് യേശുവിനെ പോലും കുറ്റം പറഞ്ഞിട്ടും ആ മനുഷ്യനെ യേശു വിട്ടുകൊടുത്തില്ല എങ്കിൽ ഈ ലോകം എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും നിന്നെ എൻ്റെ യേശു വിട്ടുകൊടുക്കത്തില്ല. ഈ ലോകത്തിന്റെ കണ്ണിലൂടെ അല്ല എൻ്റെ യേശു നിന്നെ കണ്ടത്. ന്യായപ്രമാണ പുസ്തകത്തിലൂടെ അല്ല എൻ്റെ യേശു നിന്നെ കണ്ടത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട, നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവം. യേശുവിൻ നാമത്തിൽ ആരുടെയെങ്കിലും കണ്ണിലൂടെ നിന്നെ നോക്കി വിധിച്ചു മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല. കുറ്റം പറയുന്നവരെ, പരിഹസിക്കുന്നവരുടെ കണ്ണിലൂടെ നോക്കി നിന്നെ വിധിച്ച് മാറ്റി നിർത്തുന്ന ദൈവമല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നിന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവം. ഹല്ലേലൂയ. പ്രിയരേ, സ്തോത്രം. ഇവിടത്തെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഇനി പുറത്തു വന്നതിന് ശേഷമാണ്. അതിനും പല 1000 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും നിന്നെ ക്രിസ്തുവിൽ കണ്ടൊരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നെയും നിന്നെ ക്രിസ്തുവിൽ കണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവം ആരുടെ കണ്ണിലൂടെയും നമ്മളെ നോക്കത്തില്ല, ആരുടെ വാക്കിലൂടെയും നമ്മെ അളക്കത്തില്ല, ആരുടെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. ആരൊക്കെ കൂട്ടം കൂടി മാറി നിന്നാലും നിന്നെ അവൻ തൊടും, നിന്നെ അവൻ പുറത്തു കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിലെ വരൾച്ച മാറുവാൻ നീ കൊള്ളാത്തവനായി തീരുമെന്ന്, നീ പ്രയോജനമില്ലാത്തവനായി തീരുമെന്ന്, നീ ആർക്കും വേണ്ടാത്തവനായി അലയുമെന്ന് ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് വിധി എഴുതിയാലും നിന്നെ എൻ്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ എൻ്റെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ അടുക്കൽ കടന്നു വരും. അവൻ നിന്റെ അടുക്കൽ കടന്നു വരും. ഇനിയും അവരുടെ ചോദ്യത്തിന് ഉത്തരമായി, അവരുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ കളിപറയലുകൾക്ക്, പരിഹാസങ്ങൾക്ക് മാത്രമായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ വരൾച്ചയെ എൻ്റെ ദൈവം മാറ്റും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, നിങ്ങളുടെ വരൾച്ചയുടെ അനുഭവത്തെ എൻ്റെ യേശു മാറ്റും. നിങ്ങളായിരിക്കുന്ന അവസ്ഥ നിങ്ങൾ നോക്കേണ്ട. ആമേൻ, സ്തോത്രം. ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലാണോ നിങ്ങൾ നോക്കേണ്ട. ആമേൻ, സ്തോത്രം. ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നാൽ മതി: നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ആമേൻ. ആ മനുഷ്യനിൽ യേശു നീതിയായി കണ്ടത് ഒരേ ഒരു കാര്യമാണ്. അവന് വേണമെങ്കിൽ പറഞ്ഞിട്ട് വീട്ടിലിരിക്കാമായിരുന്നു, എൻ്റെ കൈ വരേണ്ടതാണല്ലോ,
ഈ വൃത്തികെട്ട കൈയും കൊണ്ട് ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും? ആമേൻ. ഈ പഴുത്തു തുടങ്ങിയ കുഷ്ഠം വന്ന് അറ്റ് വീഴുവാൻ തുടങ്ങിയ കൈയുമായിട്ട് ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും? ആമേൻ. ഒരുപിടി ആഹാരം നല്ലവണ്ണം ഇറക്കുവാൻ കഴിയാതെ, വാരിയെടുക്കുവാൻ കഴിയാത്ത ഈ കൈയുമായിട്ട് ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും? കിട്ടുന്ന നാണയത്തുട്ടുകൾ പോലും നാളത്തേക്കായി ചേർത്ത് വയ്ക്കുവാൻ കഴിയാത്ത ഈ കൈയുമായി ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും? വേണമെങ്കിൽ ചോദിച്ച് വീട്ടിലിരിക്കാമായിരുന്നു. പക്ഷേ അവനൊന്നറിയാം. ആമേൻ, സ്തോത്രം. എൻ്റെ ആമേൻ കുഷ്ഠം വന്ന അവയവത്തെ നോക്കുന്നവനല്ല എൻ്റെ ദൈവം. എൻ്റെ കുഷ്ഠം വന്ന കയ്യിലേക്ക് നോക്കുന്നവനല്ല. എൻ്റെ വിറങ്ങലിച്ചു പോയ വരണ്ടുപോയ കരങ്ങളിലേക്ക് നോക്കുന്നവനല്ല. എൻ്റെ ഉള്ളം കാണുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയം കാണുന്ന ഒരു ദൈവമുണ്ട്. തകർന്ന നിന്റെ ഹൃദയം കാണുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ വിലാപം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ സന്ദർശിക്കും. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി. ഓ റിധാര ശഖ രതരെ ശന്ധാരകൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. നോക്കൂ, 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അവനെ തൊട്ടു, അവന്റെ കയ്യിൽ തൊട്ടു, അത് മറ്റേതുപോലെ സൗഖ്യമായി, അത് മറ്റേതുപോലെ സൗഖ്യമായി. യേശുവിൻ നാമത്തിൽ ആമേൻ. താരതമ്യത്തിന് ഇടവരാത്ത വിധത്തിൽ അവന്റെ രണ്ട് കൈയെയും യേശു ഒരുപോലെ ആക്കി തീർത്തു. ആമേൻ. അന്ന് വൈദ്യന്മാരില്ലാത്തത് കൊണ്ടാണോ? അന്ന് ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ടാണോ? അന്ന് പരീക്ഷന്മാരില്ലാത്തത് കൊണ്ടാണോ? അന്ന് ഉപദേശിമാരില്ലാത്തത് കൊണ്ടാണോ? അന്ന് കുറ്റം പറയുവാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടാണോ? അല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടെങ്കിലും രണ്ടും രണ്ട് പോലെ ഇരുന്നു. എന്നാൽ യേശു വന്നപ്പോൾ രണ്ടും ഒരുപോലെ ആയിത്തീർന്നു. ആമേൻ, സ്തോത്രം. രണ്ടും രണ്ടായിരിക്കുന്ന ചിലതൊക്കെ ഇന്ന് യേശു ഒരുപോലെ ആക്കി തീർക്കോ. തിരിച്ചറിയുന്നവർക്കായി, ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടും രണ്ടായിരിക്കുന്നതിനെ ഓ റിധാന ശഖ രതരെ ശന്ധാരകന യേശു ഒന്നുപോലെ ആക്കി തീർക്കുവാൻ പോകുക. ഒന്നുപോലെ നിന്റെ ഭവനത്തിനകത്ത് ഐക്യത വെളിപ്പെടുവാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് സന്തോഷം വെളിപ്പെടുവാൻ പോകുക. ഓ സ്തോത്രം. നീ നിന്റെ ഭർത്താവും, നീ നിന്റെ ഭാര്യയും, നീ നിന്റെ മക്കളും, നീ നിന്റെ സഭയും. ഓ യേശുവിൻ നാമത്തിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒന്നുപോലെ, ഒന്നുപോലെ വിളിച്ചു പറയും. ഒന്നുപോലെ അപ്പാ. ഓ ഹ്രീധാനാശ, എൻ്റെ മക്കൾ ഒന്നുപോലെ, എൻ്റെ മക്കൾ ഒന്നുപോലെ, എൻ്റെ ഭർത്താവ് ഞാനും ഒന്നുപോലെ, എൻ്റെ ഭാര്യ ഞാനും ഒന്നുപോലെ. നിന്നെ ഒന്നുപോലെ ആക്കുന്ന ഒരു ദൈവം. ഓ സ്തോത്രം. ആ രണ്ടിനെയും ഒരുപോലെ ആക്കുന്ന, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലായിരിക്കുന്നതിന് ഒരുപോലെ ആക്കുന്ന, ഓ സ്തോത്രം, പരാജയപ്പെട്ടു പോയതിനെയും ജയം പ്രാപിച്ചതിനെയും ഒരുപോലെ, ഒരുപോലെ ആ യേശുവിൻ നാമത്തിൽ തള്ളപ്പെട്ടു പോയതിനെ, ഓ സ്തോത്രം, നല്ലതിനൊപ്പം ഒരുപോലെ ആക്കുന്ന ഒരു കർത്താവ്, കൊള്ളാകുന്നതാക്കി മാറ്റുന്ന ഒരു കർത്താവ്, കൊള്ളാകുന്നത് പോലെ ആക്കി മാറ്റുന്ന ഒരു കർത്താവ്. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തുന്ന കർത്താവേ. അപ്പൊ ആ വരൾച്ചയുടെ അനുഭവങ്ങളെ സ്വർഗ്ഗമേ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ മാറ്റിയ കൃപയ്ക്കായി, ഹല്ലേലൂയ, ഒന്നുപോലെ ആക്കിയ കൃപയ്ക്കായി, വിശേഷതയുള്ളവരെന്ന് വിളിച്ചു പറഞ്ഞ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. ഈ വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ച പോലെ കടന്നു പോകുവാൻ അനുവദിക്കരുത് കർത്താവേ. ഞങ്ങൾ ഒരുപോലെ സന്തോഷിക്കുന്നവരായി പുറത്തു പോകുവാൻ, ഞങ്ങൾ പ്രാപിച്ച് പുറത്തു പോകുവാൻ, ഞങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ കൊള്ളാകുന്നവരായി മാറുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങൾക്ക് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. ഈ പകലും ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നപ്പാ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.